അപ്പോൾ സാർ ഇപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു ഹാർട്ട് അറ്റാക്ക് എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്ന്. അപ്പോൾ അതിൻ്റെ വേറെ സിംറ്റംസ് എന്തൊക്കെയാണ് സാർ? ഈ നെഞ്ചിൻ്റെ ഈ ഒരു ഭാഗത്തുണ്ടാകുന്ന ഒരു വിഷമത അല്ലാതെ വേറെ എന്തൊക്കെ സിംറ്റംസ് ആണ് വരിക? മറ്റുള്ള ഭാഗങ്ങളിൽ ഇപ്പം നെഞ്ചിൽ വേദന ഇല്ലാതെ പോലും ഹാർട്ട് അറ്റാക്ക് വരാം. ഓക്കെ. കയ്യിന് കടച്ചിൽ. അപ്പോൾ പൊതുവേ ലെഫ്റ്റ് കയ്യിന് വന്നാൽ മാത്രമേ ഹാർട്ട് അറ്റാക്ക് ആവുള്ളൂ എന്നാണ് ജനങ്ങളുടെ ഒരു ധാരണ. ഓക്കെ സാർ. റൈറ്റ് സൈഡത്തെ കയ്യിൽ മാത്രം കടച്ചിൽ വന്നാലും ഹാർട്ട് അറ്റാക്കിൻ്റെ സിംറ്റം ആവും. ഓ ഓക്കെ ഓക്കെ. അത് സത്യം പറഞ്ഞാൽ കുറച്ചും കൂടിയും നമ്മൾ സ്പെസിഫിക്, അതായത് കുറച്ചും കൂടിയും ആക്യുറേറ്റ് ആണ്. പക്ഷേ മറ്റേതിൻ്റെ അത്രയ്ക്ക് കോമൺ അല്ല. അപ്പോൾ ഈ കടച്ചിൽ നെഞ്ചിൽ വന്നിട്ട് കയ്യിലോട്ട് വരാം, നെഞ്ചിൽ ഇല്ലാതെ കയ്യിൽ മാത്രം വരാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തേക്കൊരു, അതായത് ഒരു അസാധാരണമായിട്ടുള്ള വേർപ്പ്. ഇപ്പം നമ്മളൊരു ഡയബറ്റീസ് പേഷ്യൻറ്റ് ഒരുപാട് ഷുഗർ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഒരവസ്ഥ, ടയേർഡ് ആയിട്ട് തോന്നും, ക്ഷീണിച്ച് ഇങ്ങനെ സ്വെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഷുഗർ നോക്കുമ്പോൾ അത് നോർമലാണ്. അതെഗെയിൻ അബ്നോർമലാണ്. അതൊരു ഹാർട്ട് ഡിസീസിൻ്റെ, ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ സിംറ്റമാണ്. ചിലവർക്ക് പ്രായം കൂടുമ്പോൾ അസാധാരണമായിട്ടുള്ള ക്ഷീണം, പനിയൊന്നുമില്ല, ഷുഗർ നോർമലാണ്, ബി പി അവർ നോക്കുന്ന വീട്ടിൽ നിന്ന് നോർമലാണ്. ഇതൊക്കെ നമ്മൾ സൈലൻ്റ് അറ്റാക്ക് എന്ന് പറയുന്നതിൻ്റെ സിംറ്റംസ് ആവും. സാർ അപ്പോൾ ഇങ്ങനൊരു ഇത് നമുക്ക് ഫീൽ ചെയ്യാണ് സംഭവം. അപ്പോൾ നമ്മൾ ഓൺ ദ സ്പോട്ട് നമ്മൾ ഹോസ്പിറ്റലിലാണ് കൺസൾട്ട് ചെയ്യേണ്ടത്, അതോ നമുക്ക് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഒരു ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് പോലെ? നമുക്കിപ്പോൾ ഒരു ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അപ്പോൾ നാവിൻ്റെ അടിയിൽ വെക്കുന്ന ഐസോഡിൽ അല്ലെങ്കിൽ സോർബിട്രേറ്റ് എന്നൊക്കെ പറയപ്പെടുന്ന ടാബ്ലറ്റ്സ് ഉണ്ട്. അത് ബേസിക്കലി ഹാർട്ടിലോട്ടുള്ള ബ്ലഡ് സപ്ലൈനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ്സാണ്. ഓക്കെ. അതിപ്പോൾ എല്ലാവരും സ്റ്റോക്ക് ചെയ്തോളണമെന്നില്ല. ഓക്കെ. ഇനി ഹാർട്ടിൻ്റെ അല്ലാത്ത സിംറ്റത്തിൽ പോയി ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഗുണമില്ല. ഇനിയും ചില സമയത്ത് ബി പി കുറഞ്ഞ പേഷ്യൻസ് ആണെങ്കിൽ ദോഷം ചെയ്യുകയും ചെയ്യും. ആസ്പിരിൻ കഴിക്കുന്ന കുറേ ആൾക്കാരുണ്ട് വീട്ടിൽ സ്റ്റോക്ക് ചെയ്യുന്നവർ. വലിയ കുഴപ്പമില്ലാത്തൊരു അപ്രോച്ചാണ്. ബിക്കോസ് റിസ്ക് കൂടുതലുള്ളവർക്ക് നമ്മൾ ഫസ്റ്റ് ആയിട്ടൊരു ആസ്പിരിൻ കഴിച്ചു, റെയറായിട്ട് മാത്രം അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ബ്ലീഡിങ് ഇപ്പോൾ വന്നിട്ടുള്ള പേഷ്യൻ്റാണ്, അല്ലെങ്കിൽ ബ്ലീഡിങ് വരാൻ ചാൻസ് ഉള്ള പേഷ്യൻസാണ്, ഒരു ബുദ്ധിമുട്ട് വരാം. പക്ഷേ ആസ്പിരിൻ ഫസ്റ്റ് നമുക്കൊരു സിംറ്റം ഹാർട്ടിൻ്റെ ആണെന്ന് നമുക്ക് തോന്നുന്ന ഒരു സിറ്റുവേഷനാണ്, വീട്ടിൽ ആസ്പിരിൻ ഉണ്ടെങ്കിൽ കഴിക്കാം. ഓക്കെ. പക്ഷേ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകുക. ഓക്കെ, അതാണ് ഏറ്റവും ഡെഫിനറ്റ്ലി. ഓക്കെ. എന്നുവെച്ചാൽ ഈ സിംറ്റം എന്തിൻ്റെയാണെന്ന് അറിയണമല്ലോ. ഒരു ECG എടുത്താൽ മാത്രമാണ് ഹാർട്ട് അറ്റാക്ക് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ അർത്ഥം ECG കൊണ്ട് മാത്രം എല്ലാ ഹാർട്ട് അറ്റാക്കും ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നല്ല. പക്ഷേ ഹാർട്ട് അറ്റാക്കിൻ്റെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇസ് ECG. അത് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ECG എടുക്കുക. മാക്സിമം സെൽഫ് ഡയഗ്നോസ് ചെയ്യാതെ ഹോസ്പിറ്റൽ എടുത്തിട്ടുണ്ടെങ്കിൽ പോവുക. സെൽഫ് ഡയഗ്നോസിൻ്റെ പ്രോബ്ലം എന്താണ്? ഒന്ന് ഓവർ ഡയഗ്നോസിസ് വരാം, അണ്ടർ ഡയഗ്നോസിസ്. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് മിസ്സായി പോവാം, ക്യാൻ ബി ഡേഞ്ചറസ്. ഇപ്പോൾ സിനിമ നടനൊക്കെ പറഞ്ഞ ചിലപ്പോൾ അതായിരിക്കാം. അതെ അതെ. ഓക്കെ സാർ. സാർ അപ്പം ഇപ്പം നമുക്ക് ഹാർട്ടിന് പ്രശ്നങ്ങൾ കൂടി വരുന്നൊരു സമയമാണ്. ഈ സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്തെങ്കിലും അല്ലെങ്കിൽ ടെസ്റ്റുകളുണ്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡേ ടു ഡേ ലൈഫിൽ? ഒന്ന് ബീങ് അവെയറാണ്. അവെയർ. ഓക്കെ സാർ. നമ്മുടെ പ്രായം കൂടും, എല്ലാവരും അറിയേണ്ടത് ഇതിപ്പോൾ ഒരു പ്രായത്തിന് ശേഷം നമുക്ക് റിസ്ക് ഉണ്ട് അങ്ങനെയല്ല, ഇതൊരു കണ്ടിന്യൂസ് റിസ്ക്കാണ്. ഓക്കെ. അതായത് ചിലവർക്ക് കൂടുതലായിട്ടുണ്ട്, പ്രായം ഉള്ളതുകൊണ്ട് മാത്രം തന്നെ വേറെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാന്നിരിക്കട്ടെ, എന്നാലും നമുക്കൊരു 65 വയസ്സായ ഒരാൾക്ക് അതൊരു റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ പ്രായം കൂടുന്തോറും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുന്നു. പിന്നെ നേരത്തെ താങ്കൾ പറഞ്ഞ മാതിരി സ്വയം ഡയഗ്നോസിസിന് ശ്രമിക്കാതിരിക്കുക. സിംറ്റംസ് ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു ഡോക്ടറെ മീറ്റ് ചെയ്യുക. ഇനി സിംറ്റംസ് ഇല്ലാത്തവർ പീരിയോഡിക് ആയിട്ടുള്ള ചെക്കപ്സ്. ആ ചെക്കപ്പ് അതിലൊരു ഡ്രോബാക്ക് ഉള്ളത്, നമ്മൾ ചെക്കപ്പിൽ ഫുൾ പ്രൂഫായിട്ട് ഒരാൾക്ക് പ്രോബ്ലം ഇല്ല എന്ന് നമുക്ക് പറയുന്നില്ല. ഓരോരുത്തർക്കും പ്രോബ്ലം ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് ഉണ്ടാവാനുള്ള സാധ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി വെച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരാളുടെ ട്രെഡ്മിൽ ടെസ്റ്റ് നെഗറ്റീവാണ്, അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ബ്ലോക്സേ ഇല്ല എന്നല്ല. അതാണ് ആൾക്കാർ അറിയേണ്ട ഒരു കാര്യം. ഞാൻ ഇപ്പോൾ പോയി ഹെൽത്ത് ചെക്കപ്പ് ചെയ്തു, ട്രെഡ്മിൽ ടെസ്റ്റ് നെഗറ്റീവാണ്. അതുകൊണ്ട് നമ്മൾ ഇംപ്ലൈ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു പേഷ്യൻറ്റിന് നല്ലോണം നടന്നു 9 മിനിറ്റിൽ കൂടുതൽ അല്ലെങ്കിൽ 10 മിനിറ്റിൽ ട്രെഡ്മിൽ ചെയ്തു, അദ്ദേഹത്തിന് മൾട്ടിപ്പിൾ ബ്ലോക്സ് ഉണ്ടാവാനുള്ള സാധ്യത 10% ആണ് എന്ന് മാത്രമാണ് ആ ഒരു ഹെൽത്ത് ചെക്കപ്പോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഹാർട്ടിൻ്റെ പ്രോബ്ലമേ ഇല്ല എന്നല്ല. അപ്പോൾ അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർ, ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ ഒക്കെ പീരിയോഡിക് ആയിട്ടുള്ള ചെക്കപ്സ്. ഓക്കെ സാർ.